ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റിച്ചാർഡ്. ഈ ചാനൽ ഫുള്ളി ഏവിയേഷൻ ബേസ്ഡ് കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ 2 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ പൈലറ്റ് ആവാം, ഇന്ത്യയിലെ ബെസ്റ്റ് കോളേജസിനെ കുറിച്ചും. അപ്പം കുറേ പേര് എനിക്ക് പേഴ്സണലി അറിയാവുന്നവരടുത്ത് ചോദിക്കാറുള്ള കാര്യം ഇതാണ്: 15 ലക്ഷം മാക്സിമം, അതിനുള്ളിൽ എവിടെ ഫ്ലൈറ്റ് സ്കൂൾ, നമുക്ക് ഏത് ഫ്ലൈറ്റ് സ്കൂളിൽ നമുക്ക് പഠിച്ചിറങ്ങാം. സോ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് 15 ലക്ഷം മാക്സിമം, അതിനുള്ളിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റിയ രാജ്യങ്ങൾ, പിന്നെ ഇന്ത്യയിലും പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ 3 രാജ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 3 രാജ്യത്ത് നിങ്ങൾക്കൊരു ഏകദേശം, ഞാൻ ഇതിൻ്റെ ഒരിക്കലും ഫ്ലൈയിങ് ക്വാളിറ്റി ഞാൻ പറയത്തില്ല, കാരണം പലയിടത്തും പലതായിരിക്കാം. അത് ഞാൻ ഓരോ രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാം. സോ 3-ാം സ്ഥാനത്ത്, അതായത് ബെസ്റ്റ് ഫ്ലൈയിങ് സ്കൂൾ കൺട്രീസ്. അപ്പം ഒരു ഏകദേശം ഒരു 15 lakhs തൊട്ടുള്ള, ദാറ്റ് മീൻസ് 8 lakhs വരെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കേട്ടോ. 3-ാം സ്ഥാനത്തിരിക്കുന്ന ഓസ്ട്രേലിയ. ഇൻഡിഗോയുടെ കേഡറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എല്ലാവർക്കും അറിയാം. FTA ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ വൺ ഓഫ് ദ ചീപ്പായിട്ട് നമുക്ക് ഫ്ലൈയിങ് ഇപ്പോൾ കഴിഞ്ഞ് വരാൻ പറ്റുന്നൊരു കോളേജ്, ഒരു കൺട്രിയാണ്. കാരണം ഇഷ്ടം പോലെ കോളേജസ് ഉണ്ട്. ഇന്ത്യൻസിന് ബെസ്റ്റാണ് അവിടെ. പിന്നെ അവിടുത്തെ രാജ്യത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ സേഫാണ്, കാരണം ഫ്ലൈയിങ് സ്കൂളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് പുറത്ത് പോകുന്നില്ല എന്നൊരിത് ഉള്ളത് കൊണ്ട് ഓസ്ട്രേലിയ ഇന്ത്യൻസിന് ബെസ്റ്റ് തന്നെയാണ് ഫോർ ഫ്ലൈയിങ് സ്കൂൾ അക്കാഡമീസ്. അതായത് അവർ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഫുൾ CPL ചെയ്യാനാണെങ്കിലും ചീപ്പായിട്ട് പഠിച്ചിറങ്ങാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഏകദേശം 16 തൊട്ട് 18 ലക്ഷം വരെ ആവും കേട്ടോ. 16 തൊട്ട് 18, എന്നാൽ ഒരു 15, 14 നിൽക്കുന്ന കോളേജുകളും ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. അപ്പം അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ 2-ാം സ്ഥാനത്തേക്കുന്നത് മലേഷ്യ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യക്കാരാണ് മലേഷ്യയിൽ കൂടുതലും ഉള്ളത്. ഒരു 60% തമിഴ്നാട്ടുകാരാണ് ഉള്ളത്. സോ ഇന്ത്യക്കാർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് മലേഷ്യ. ഏകദേശം 12 തൊട്ട് 13 ലക്ഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫ്ലൈയിങ് കംപ്ലീറ്റ് ചെയ്യാം. വിത്ത് 200 അവർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ്, CPL ഫുള്ളി കിട്ടും. സോ അതൊരു ഏറ്റവും ചീപ്പുകൾ ഒന്നാണ് മലേഷ്യ. മലേഷ്യയിൽ ഇഷ്ടംപോലെ കോളേജസുണ്ട്. മലേഷ്യ ഫ്ലൈയിങ് ക്ലബ്ബാണെന്ന് തോന്നുന്നു മലേഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലൈയിങ് ക്ലബ്ബ്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെയൊക്കെ പഠിക്കുന്ന നമ്മുടെ ഇന്ത്യൻസുമായിട്ടൊരു കൊളാബറേഷൻ വീഡിയോ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ഓക്കെ, മലേഷ്യ ആണ് 2-ാം സ്ഥാനത്തുള്ളത്. ഏകദേശം 12 തൊട്ട് 13 ലക്ഷത്തിനുള്ളിൽ പഠിച്ചിറങ്ങാവുന്നതാണ്. അടുത്ത 1-ാം സ്ഥാനത്ത് ഫിലിപ്പീൻസ്. 8 ലക്ഷം തൊട്ട് 10 ലക്ഷം, അല്ലെ 8 തൊട്ട് 9 ലക്ഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ CPL 200 hours ഫ്ലൈയിങ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്തിറങ്ങാം. ബെസ്റ്റ്. ബട്ട് ഫ്ലൈയിങ് ക്വാളിറ്റി അല്പം മോശമായിരിക്കും, അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. കാരണം സെസ്ന 152 ആയിരിക്കും കൂടുതൽ. പിന്നെ DA40 ഒരിക്കലും അവിടെ ഒന്നും വരത്തില്ല അങ്ങനത്തെ കോളേജുകളിൽ. പിന്നെ ഈ സെസ്ന 152, സെസ്ന 172 ഒക്കെ തന്നെ ഇച്ചിരി ഔട്ട്ഡേറ്റഡ് മോഡലുകളായിരിക്കും. ഫ്ലൈയിങ് അല്പം മോശമായിരിക്കാം, എന്നാലും 200 hours ഫ്ലൈയിങ് നമ്മുടെ ആകാശത്ത് തന്നെയല്ലേ പറക്കുന്നത്. 200 hours ഫ്ലൈയിങ് എക്സ്പീരിയൻസും കിട്ടും. ഏകദേശം ഒരു 8 തൊട്ട് 9 ലക്ഷത്തിനുള്ളിൽ പഠിച്ചു തുടങ്ങാൻ പറ്റും. കാരണം ഫ്ലൈയിങ് ക്വാളിറ്റി മോശമാകും. പിന്നെ അവിടെ നിന്നും മണി വാല്യൂ കുറവായതുകൊണ്ടായിരിക്കാം ഇത്രയും കുറച്ച് പഠിച്ചിറങ്ങാൻ പറ്റുന്നത്. പിന്നെ അതനുസരിച്ച് മെയിൻ്റനൻസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇന്ത്യൻസിന് സേഫ് ആണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. എന്നാൽ ഈ 3 രാജ്യങ്ങളാണ് ബെസ്റ്റ് ചീപ്പായിട്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ 2 ചുമ്മാ കാഷ്വലായിട്ട് പറഞ്ഞുതരാം. USA ഫ്ലോറിഡ ഒരു ഇന്ത്യൻസിന് പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ്. ഇത് ഞാൻ ചുമ്മാ ബെസ്റ്റ് എന്ന് പറഞ്ഞ് പോവുകയാണ്. ഫ്ലോറിഡ, പിന്നെ കാനഡ, ന്യൂസിലൻഡ്, ഈ 3 രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് പറ്റിയതാണ്. ഇന്ത്യക്കാർക്ക് പഠിക്കാൻ പറ്റിയ 3 രാജ്യങ്ങളൊന്നാണ്. പിന്നെ സൗത്ത് ആഫ്രിക്ക. ഈ 4 രാജ്യങ്ങളാണ് ഇന്ത്യക്കാർ പൊതുവെ പോയി പഠിക്കാറുള്ളതും ബെസ്റ്റ് ആയിട്ടുള്ളതും. ഓക്കെ, അപ്പം ദിസ് ആർ ബെസ്റ്റ്. അപ്പം ഇനി ഇന്ത്യയിലുള്ളത് പറയാം. ഇന്ത്യയിൽ ചീപ്പായിട്ട് പഠിക്കാൻ പറ്റുന്ന, ഇന്ത്യയിൽ ഏറ്റവും ചീപ്പായിട്ട് പഠിക്കുന്നത് നമ്മൾ ആർമിയിൽ പോയി ഫ്രീ കോസ്റ്റ് 0 rupeesനകത്താണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ അല്ലാതെ നമ്മൾ ഒരു പുറത്തൊരു കോളേജിൽ പോയി പഠിക്കുവാണെങ്കിൽ ഏകദേശം 10 ലക്ഷമാണ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ഫീസ് വരുന്ന കോളേജ്, അതായത് ബീഹാർ ഫ്ലൈയിങ് ക്ലബ്. ഇന്ത്യയിലെ ഏറ്റവും ചീപ്പായിട്ട് പഠിക്കാൻ പറ്റിയ കോളേജാണ്. നൈസ് വൺ. ഗവൺമെൻറ്റിൻ്റെ അണ്ടർ വരുന്നതാണ്. 10 ലക്ഷം തൊട്ട് 12, 13 ലക്ഷത്തിന് അതിനുള്ളിൽ നിൽക്കും. ബെസ്റ്റ് വൺ ആണ്. ട്രൈ ചെയ്യുക. Stay tuned with my channel for getting more details about aviation. Bye guys.